ഇതൊരു ജോബ് ഇന്റർവ്യൂവിന്റെ കഥയാണ്. പക്ഷേ ഇന്റർവ്യൂ എപ്പോഴാ തുടങ്ങിയതെന്ന് ആ ഉദ്യോഗാർത്ഥിക്ക് പോലും അറിയില്ലായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ടെസ്റ്റ് നിങ്ങൾ അറിയാതെ നടന്നാലോ? അങ്ങനെ ഒരു കഥയാണിത്. സംഭവം നടക്കുന്നത് ഒരു ലിഫ്റ്റിലാണ്. ഒരു തൂപ്പുകാരൻ തന്റെ സാധനങ്ങളുമായി അതിലേക്ക് കയറി. അപ്പോ നല്ല തിരക്കിട്ട് ഒരു സ്ത്രീയും കൂടെ കയറി. പെട്ടെന്ന് ലിഫ്റ്റ് നിന്നു. ഓവർലോഡ്. ആ സ്ത്രീ തൂപ്പുകാരനെ നോക്കി പറഞ്ഞു, "നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല, പുറത്തിറങ്ങൂ" എന്ന്. അതിനയാൾ കൊടുത്ത മറുപടി വളരെ സിമ്പിളായിരുന്നു. "പക്ഷേ നിങ്ങളല്ലേ അവസാനം കയറിയത്." അതൊന്നും കേൾക്കാൻ അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. "എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്നായിരുന്നു മറുപടി." പിന്നെ കണ്ടത് അവൾ അയാളെ പുറത്തേക്ക് തള്ളി, ബട്ടൺ അമർത്തി, ലിഫ്റ്റ് പോയി. അത്രയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് അതേ സ്ത്രീ അതേ ഓഫീസില് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രാവിലെ വന്നതാണ്, ഉച്ചയായി, എന്നിട്ടും ആരും അവളെ വിളിച്ചില്ല. പതേ ദേഷ്യം വന്നു തുടങ്ങി. അവസാനം ക്ഷമ കെട്ട് അവർ ചോദിച്ചു, "എന്താണിത്? ഞാൻ രാവിലെ മുതൽ ഇരിക്കുവാണ്." അപ്പൊ കിട്ടിയ മറുപടി അവളെ ഞെട്ടിച്ചു. "ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു മാഡം, നിങ്ങൾ തോറ്റുപോയി." തോറ്റെന്നോ? അവൾക്ക് ദേഷ്യം സഹിക്കാനായില്ല. "എവിടെ നിങ്ങളുടെ ബോസ്?" അവൾ നേരെ ബോസിന്റെ റൂമിലേക്ക് പാഞ്ഞു കയറി. പക്ഷെ അവിടെ കണ്ട കാഴ്ച, ആ കസേരയിലിരിക്കുന്നത് അതെ ലിഫ്റ്റിൽ വെച്ച് കണ്ട അതേ തൂപ്പുകാരൻ, പക്ഷെ സ്യൂട്ടിലാണ്. അയാൾ അവളെ നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, "ഹലോ, നിങ്ങളുടെ ഇന്റർവ്യൂ ലിഫ്റ്റിൽ വെച്ച് കഴിഞ്ഞിരുന്നു." അവൾക്കൊന്നും പറയാനില്ലായിരുന്നു. "നിങ്ങൾ ബോസാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ" എന്ന് മാത്രം പറഞ്ഞു. അതിനുള്ള മറുപടി ഇതായിരുന്നു, "മറ്റുള്ളവരെ പുച്ഛിക്കുന്നവർക്ക് എന്റെ കമ്പനിയിൽ സ്ഥാനമില്ല." ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമ്മുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തുവരുന്നത് ഇത്തരം ചെറിയ നിമിഷങ്ങളിലാണ്. അതുകൊണ്ട് സ്വയം ചോദിക്കുക, ആരും കാണുന്നില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ